ദൈവവചനം പ്രസ്താവിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങും. പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ നമ്മൾ വിടുവിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മുടെ അകത്ത് കടന്നുകൂടിയാൽ നമ്മളിൽ കൂടെ വീര്യപ്രവർത്തികൾ വെളിപ്പെടും. നമ്മൾ ഇതുവരെ ആരാധിക്കാത്ത തരത്തിലുള്ള ആരാധന വെളിപ്പെടും. നമ്മൾ ഇതുവരെ പറയാത്ത അന്യഭാഷകൾ നാവിൻ്റെ തുമ്പിൽ വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറ്റപ്പെടും. സ്തോത്രം. ഒരു സ്വർഗത്തിൻ്റെ ശക്തി നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ സ്വീകരിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംഭവിക്കും. ചില ദുഷ്ട സാന്നിധ്യങ്ങൾ നിങ്ങളുടെ ശരീരം വിട്ടുമാറും. ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്ന് അലറി വിളിച്ചിറങ്ങിപ്പോകും. പാമ്പിൻ്റെ ശക്തികൾ പത്തി താഴ്ത്തും. ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലത് വ്യക്തിയുടെ മുകളിൽ സംഭവിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ തന്നെ ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്ത് ആത്മാവിൽ ഒരു വ്യക്തിയോട് വിളിച്ചു പറയുന്നു അത് സംഭവിക്കും. എപ്പോൾ? നീ വിശ്വസിക്കുമ്പോൾ. ആത്മാവിൻ്റെ സാന്നിധ്യം നീ സ്വീകരിച്ചാൽ നിന്നെ പിന്നെ ആർക്കും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഒരു പാസ്റ്റർമാരും നിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ആത്മാവ് നിന്നെ ഉപദേശിക്കും. ആത്മാവ് നിന്നെ വഴി നടത്തും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് പ്രാപിച്ചെടുക്കണം. ആത്മശക്തിയാൽ ഞാൻ പുതുക്കം പ്രാപിക്കണം. എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന അന്യായ പോരുകൾ ഇന്ന് അലറി വിളിച്ച് ഇറങ്ങിപ്പോകണമെന്ന് നീ മനസ്സ് വെച്ചാൽ ദൈവശക്തി ഇറങ്ങുമ്പോൾ അടിസ്ഥാനങ്ങൾ ഇളകും. ദൈവശക്തി ഇറങ്ങുമ്പോൾ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന അടിത്തറകൾ ഇളകും. അടിത്തറ ഇളകിയാൽ ഒരു ഭൂത പ്രേത പിശാചുക്കൾക്ക് നിന്റെ മുകളിൽ അധികാരം എടുക്കാൻ പറ്റാത്തവണ്ണോ അവരുടെ അധികാരം ഒഴിഞ്ഞ് അധികാര കസരെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് നിന്റെ ശരീരത്തിൽ നിന്ന് അത് ഇറങ്ങി ഓടും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് തൽക്കാലം എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് പറയാൻ കാരണം ചിലരുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില സാന്നിധ്യങ്ങൾ ഞാൻ സെൻസ് ചെയ്യുകയാണ്. വളരെ നാളുകളായി കൊണ്ടു നടക്കുന്ന ഇത്തരം പോരുകൾ ഇന്ന് പകൽക്കാലം ഇവിടം കൊണ്ട് അവസാനിച്ച് നീ കയറി വന്നതുപോലല്ല, പുതിയൊരു വ്യക്തിയായി നിന്നെ സ്വർഗം ഇറക്കി വിടുമെന്ന് പകൽക്കാലം ദൂത് പറയുകയാണ്. അത് വിശ്വസിക്കുന്നവർ നല്ലതുപോലെ കരങ്ങളെ ചേർത്തടിച്ചത് ദൈവത്തിന് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ അവരുടെ മുകളിൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ അവർ അസാധാരണ വ്യക്തികളായി മാറി. ഒരു സമയത്ത് ഇവർ ഭയന്നൊരു റൂമിൻ്റെ അകത്ത് കയറിയിരുന്നതാണ്. പേടിയായിരുന്നു. പുറത്തിറങ്ങിയാൽ യഹൂദന്മാർ തങ്ങളെയും പിടിച്ച് ക്രൂശിൽ കയറ്റുമോ, ഞങ്ങളെ കൊന്നുകളയുമോ എന്നൊക്കെ ഭയപ്പെട്ട് ഒരു ഹോളിൻ്റെ അകത്ത് കതകടച്ചിരിക്കുമ്പോൾ യേശു അങ്ങോട്ട് കടന്നു എന്നിട്ട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭയന്നിരിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അത് എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ, നാളെ നിന്റെ കേസ് എന്താകും എന്നാണോ നിന്റെ ഭയം? നാളെ നിന്റെ തലമുറ എന്തായി തീരുമെന്നാണോ ഭയം? നാളെ നിന്റെ ആത്മീയ ജീവിതം എന്തായി തീരുമെന്നാണോ ഭയം? നിന്റെ കുടുംബജീവിതം എന്തായി തീരുമെന്നാണോ ഭയം? ഞാൻ ചെയ്ത തെറ്റുകൾ നാളെ വെളിപ്പെട്ട് വരുമോ എന്നുള്ളതാണോ ഭയം? ഏത് തരത്തിലുള്ള ഭയമാണെങ്കിലും യേശു കർത്താവിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്. യെസ്. ഇന്ന് സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ മീഡിയയിൽ കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയെങ്കിൽ ഈ സമാധാനം കഴിഞ്ഞ ദിവസം നീ സീരിയൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു സമാധാനമല്ല, കഴിഞ്ഞ ദിവസം നീ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു സമാധാനമല്ല. ഇത് സ്വർഗീയ സമാധാനമാണ്. ഇത് നിത്യമായ സമാധാനമാണ്. അങ്ങനെയെങ്കിൽ ആ ഭയന്നിരിക്കുന്നവരുടെ മധ്യത്തിൽ യേശു ചെന്നിട്ട് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഹോളിൻ്റെ അകത്ത് കയറി വന്നിട്ട് യേശു കർത്താവ് എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പിക്കുന്നു, എൻ്റെ സമാധാനം ഇതാ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതിനെ സ്വീകരിക്കുക. സ്വീകരിക്കാനെ ആ സമാധാനത്തെ സ്വീകരിക്കുക. ആമേൻ.
ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 20:19 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? യേശു തൻ്റെ ശിഷ്യന്മാരുടെ സമാധാനമെന്ന് പറഞ്ഞെങ്കിൽ അവൻ്റെ തങ്കച്ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയ നിന്നോടും ഇന്ന് പകൽക്കാലം യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് പകൽക്കാലം ആരാധിക്കാവൂ. ആത്മാവിൽ എത്ര പേർക്ക് കാണാൻ പറ്റുമോ? ആ നസറത്തുകാരനായ യേശു ഇതിന്റെ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആരും കേൾക്കാതെ നിന്റെ ചെവിയിൽ സംസാരിക്കുന്നു. എന്റെ സ്വർഗീയ സമാധാനം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതിനെ സ്വീകരിക്കുക. സ്തോത്രം. ആ സമാധാനം എത്ര പേര് സ്വീകരിച്ചു? സ്തോത്രം. ഇവിടെ കർത്താവ് പറയിപ്പിക്കുന്ന ദൂതുകൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ കരമുയർത്തി ആമീൻ പറഞ്ഞവർക്കാട്ട് സ്തോത്രം. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ തിരുവചനം അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കുകയോ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ആമീൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് നിന്റെ തലമുറ ഗതിപിടിക്കാൻ പോകുന്നു. ഉറപ്പ് നിന്റെ കേസ് കെട്ടുകൾ അഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. ഉറപ്പ് നിന്റെ ശരീരത്തിലെ രോഗത്തിന്റെ ബന്ധനം അഴിയാൻ പോകുന്നു. ഉറപ്പ് നിന്റെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോരുകൾ അവസാനിക്കാൻ പോകുന്നു. ഉറപ്പ് നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന അന്യായ പോരുകൾ വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറ്. അത് ഉറപ്പാണ്. ഉറപ്പാണ്. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക. വാക്യം 21 പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. അടുത്തത് കേട്ടണം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് 2 പ്രാവശ്യം പറയുന്നു നിങ്ങൾക്ക് എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ യേശു അവരെ ഉറപ്പിക്കുകയാണ്. ഭയന്നിരിക്കുന്നവന്റെ അകത്തെ അവന്റെ ഭയത്തെ മാറ്റി സന്തോഷിപ്പിക്കാൻ യേശു കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു ആഗ്രഹിക്കുന്നത് ഭയന്നിരിക്കുന്നവർ ഈ സമാധാനത്തെ സ്വീകരിക്കണം. യേശു പറഞ്ഞു എന്ന് പറഞ്ഞ് ആ സമാധാനം അവർക്ക് കിട്ടണമെന്നില്ല. അവർ സ്വീകരിക്കാൻ റെഡിയായാൽ ആ സമാധാനം അവർക്ക് കിട്ടും. എത്ര പേര് ആമേൻ പറഞ്ഞു? എത്ര പേര് ആമേൻ പറഞ്ഞു? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ ആമേൻ പറഞ്ഞു. യേശു പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ഇനിയും ആമീൻ പറഞ്ഞവർ ഇങ്ങനെ നെഞ്ചോട്ട് കൈവച്ചിട്ട് പറ, ആ സമാധാനം എനിക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്ര കർത്താവേ. ആമേൻ. ആ സമാധാനം എനിക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ, ഭയന്നിരിക്കുന്നവന്റെ മധ്യത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അവരോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഓഹോ, ഇതിനകത്തിരിക്കുന്ന എത്ര പേരത് ഏറ്റെടുത്തു? എടാ, ദൈവം നിന്നെ അയക്കാൻ പദ്ധതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ദൂത് പറയുന്നു, നീ ഒരു റൂമിന്റെ അകത്ത് കയറി ഇരിക്കാനുള്ളവനല്ല, നീ ജോലി എന്ന് പറഞ്ഞ് വെറുതെ നടക്കാനുള്ളവനല്ല. നിന്റെ മുകളിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യേശുവിനെ പിതാവ് അയച്ചതുപോലെ നിന്നെ അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവജനം അത് തിരിച്ചറിയട്ടെ. നിങ്ങൾ സാധാരണ വ്യക്തികളല്ല, നിങ്ങൾ അസാധാരണമായ വ്യക്തികളാണ്. വെറുതെ ഇരുന്ന് ഉറങ്ങാനുള്ളവരല്ല, വെറുതെ കിടന്ന് അധ്വാനിച്ച് ആഹാരം കഴിച്ച് ജീവിക്കാനുള്ളവരല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം അറ്റസ്റ്റ് ചെയ്ത ചില അഭിഷിക്തരാണ് ഇതിനകത്തിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ആത്മാവ് കരമടിച്ചെന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൗത്യം തന്നെ യേശു നിന്നെ ഇറക്കി വിട്ടിരിക്കുക. അത് മനസ്സിലായവർ മാത്രമേ ദൈവത്തിന് ആരാധന കൊടുക്കാവൂ. പിതാവായ ദൈവം യേശുവിനെ എന്ത് കൊടുത്തയച്ചോ, എന്തിനു വേണ്ടി ഭൂമിയിലോട്ട് അയച്ചോ, അതേ ദൗത്യമാണ് യേശു നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഭയന്നിരിക്കുന്നവരെ വിട്ടുകളയാൻ യേശുവിന് മനസ്സില്ല. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന് അങ്ങ് പോയാൽ പോരായിരുന്നോ? ഇവന്മാര് പേടിത്തൊണ്ടന്മാരെ ഇവനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞിട്ട് യേശുവിന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്താൽ പോരായിരുന്നോ? പറ്റില്ല. പിതാവായ ദൈവം എന്താണ് ഈ ഭയന്നിരിക്കുന്നവരിൽ ആഗ്രഹിക്കുന്നതെന്ന് യേശുവിനറിയാം. അങ്ങനെയെങ്കിൽ യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനത്രേ.
അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ഭയന്നിരിക്കുന്നവരുടെ മുകളിൽ ഉണ്ട് എന്ന് അറിയുന്ന യേശു അവരെ വിട്ടുകളഞ്ഞിട്ട് പോകില്ല. പിന്നെയോ ഭയന്നിരിക്കുന്നിടത്ത് കടന്നു വന്ന് അവരെ സമാധാനപ്പെടുത്തും. ഓ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഭയന്നിരിക്കുന്ന നിന്നെ സമാധാനപ്പെടുത്തി, നീ ഭയന്നിരിക്കുന്ന കൂട് പൊട്ടിച്ച് നിന്നെ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ ഒരു സാധാരണ വ്യക്തിയല്ല. നിന്റെ മുകളിൽ സ്വർഗം പകർന്നു തന്നിരിക്കുന്ന ദൈവപ്രവർത്തികൾ അത് വെളിപ്പെട്ടു വരണം. ദൈവരാജ്യം നിന്നിൽ കൂടെ സ്ഥാപിക്കപ്പെടണമെന്ന് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭയന്നിരിക്കുന്ന നിന്നെ ആ സ്ഥലത്ത് തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു യേശുവല്ല എന്റെ യേശു. സ്തോത്രം. ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് ആത്മാവിൽ കാണണം. ഇന്ന് പലരും പറയത്തില്ല, പാസ്റ്ററെ എനിക്ക് പ്രേരണ വരാൻ സമയമില്ല, എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ഇന്നതുണ്ട്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തെ വിളിക്കാതെ ജോലിക്ക് പോയിട്ടൊന്നും നീ നേടാൻ പോകുന്നില്ല. സ്തോത്രം. എന്നെ ടി വിക്കകത്തൂടെ കാണുന്ന, ഈ മിനിസ്ട്രി കാണുന്ന നിന്നോട് ഞാൻ പറയട്ടെ, ഒരു ദിവസത്തെ ആരാധന വിട്ട് നീ അധ്വാനിച്ചാൽ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, നാഥാ, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ നീ വലത്തുഭാഗത്ത് വലവീശ്. യേശുവിന്റെ വാക്ക് കേട്ട് വലത്തുഭാഗത്ത് വലവീശിയപ്പോൾ പെരുത്ത മീൻകുട്ടം അതിനകത്ത് കടന്നു. യേശുവില്ലാതുള്ള അധ്വാനം ഒന്നിനെ എടുക്കുവാൻ, ഒന്നിനെ പരിപോഷപ്പെടുത്തുവാൻ, ഒന്നിനെ സമൃദ്ധിയായിട്ട് നേടിയെടുക്കുവാൻ കഴിയില്ല. സ്തോത്രം. ഇന്ന് പാൽക്കാലം ഞാൻ ആ ഏരിയ സിസ്റ്റർ നിർത്തിക്കൊണ്ട് പറയട്ടെ, അവരുടെ മനോഭാവം ഉണ്ടാകട്ടെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും. സ്തോത്രം. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ കൈയും കാലും ചലിച്ചാലേ നിനക്ക് മറ്റൊരു പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആരോഗ്യത്തോടെ ദൈവം നിന്നെ നിർത്തുന്നത് ദൈവത്തിന് ആരാധന കൊടുക്കാനാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ഭൂമിയിൽ വന്ന് കുഞ്ഞുങ്ങളെ പറ്റി വരികയും ജോലി ചെയ്ത് ആഹാരം കഴിച്ച് ജീവിക്കാനല്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് നിന്റെ മുകളിൽ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ മുമ്പിൽ ചില നിക്ഷേപങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പുറത്തു വരണമോ? യേശുവിന്റെ കൂടെ നിൽക്കുക. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവരെ നിരത്തി നിർത്തിയിട്ട് ഒരൊറ്റ ഊത്. 11 നിരത്തി നിർത്തിയിട്ട് ഒരൊറ്റ ഊത്. എന്നിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്നോട് സ്വർഗം ഇങ്ങനെയാണ് ആ വചനം എൻ്റെ അടുത്ത് സംസാരിച്ചത്. എടാ, ഭയന്നിരിക്കുന്നവനെ ആദ്യമേ സമാധാനപ്പെടുത്തി, എന്നിട്ട് അവനോട് സ്വർഗത്തിന്റെ ദൗത്യം എന്തെന്ന് പറഞ്ഞു. പക്ഷെ യേശുവിനറിയാം, ഇവനെ ദൗത്യം ചെയ്തെടുക്കണമെങ്കിൽ, ഇവനെ പുറത്തിറങ്ങണമെങ്കിൽ ഇവന്റെ മുകളിൽ ശക്തി വരണം. ഓ, യേശു പറയുന്നു, ശക്തി നിന്റെ മുകളിൽ വരുമ്പോൾ നീ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് സകലരോട് സുവിശേഷം പറഞ്ഞ് സകലരെ സ്നാനപ്പെടുത്തി എന്റെ ശിഷ്യന്മാരാക്കുക. അങ്ങനെയെങ്കിൽ യേശുവിനറിയാം, ഭയം പോയാൽ മാത്രം നടക്കത്തില്ല, അവർക്ക് ശക്തി വരണം. സ്തോത്രം. 11 പേരെ നിരത്തി നിർത്തി ഒറ്റ ഊത്. യേശു കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആത്മാവിന്റെ കാറ്റ് ഇവരെ അടിച്ച് പുറത്തിട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു, ആ കാറ്റ് അവരെ കൊണ്ടിട്ടത് എവിടാന്നറിയാമോ? മർക്കോസിന്റെ മാളികയ്ക്കകത്ത്. ഇന്ന് സ്വർഗം എന്തോ ഒരു ദൈവ സാന്നിധ്യമായത് എന്നോട് സ്വർഗം പറയുന്നു, നിന്റെ മുകളിൽ കാറ്റടിച്ചെങ്കിൽ അടുത്ത നിമിഷം അതിന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു, അതിന്റെ തീ നിന്റെ മുകളിൽ വ്യാപരിക്കാൻ പോകുന്നു. എടാ, ദൈവത്തിന്റെ ആത്മാവ് വരാത്തവന് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മുകളിൽ ശക്തിയില്ല. ശക്തി വരണമെങ്കിൽ ആത്മാവ് വരണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരകത്ത് കയറി വരുന്ന ആത്മാവിന്റെ ഒരു പകർച്ച അതിനെ സ്വീകരിക്കുക. യേശു ഭയന്നിരിക്കുന്നവരുടെ അടുത്ത് എന്നിട്ട് എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. സമാധാനത്തെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്, ഇറങ്ങിക്കോണം ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന്. പക്ഷെ യേശുവിനറിയാം അവർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ആത്മാവിന്റെ കാറ്റിനെ അവരുടെ മുകളിൽ അടുപ്പിച്ചു. സ്തോത്രം. കാറ്റടിച്ചപ്പോൾ ഭയത്തിന്റെ കൂട് പൊട്ടി അവൻ പുറത്തിറങ്ങി. എന്റെ പകൽക്കാലം വീണ്ടും ദൂത് കൈമാറുന്നു. ഇതിനകത്ത് ഭയമുള്ള നിന്റെ മുകളിൽ ആത്മാവിന്റെ കാറ്റടിക്കുന്ന ഒരു പകൽക്കാലമാ ഈ ശുശ്രൂഷയ്ക്കകത്ത്. അങ്ങനെ ചില ആത്മശക്തി പകരപ്പെടുന്ന, ഓഹോ, അത് വേണ്ടവര് സ്വീകരിച്ചോ, വേണ്ടവര് സ്വീകരിച്ചോ. വേണ്ടാത്ത അന്യായ പോരുകൾ നിന്നെ ഭാരപ്പെടുത്തുന്നെങ്കിൽ, ഭയപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പകൽക്കാലമാ. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക.
ആത്മപകർച്ച നടക്കുക. വെറുതെ നോക്കിയിരിക്കാതെ ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുക. ആത്മാവിന്റെ കാറ്റ് നിന്റെ മുകളിൽ അടിക്കുന്നെന്ന് കണ്ടാട്ട്, നിന്റെ മുകളിൽ ശക്തി ഇറങ്ങുന്നെന്ന് കണ്ടാട്ട്, ആ ശക്തി ഇറങ്ങി വേണ്ടാത്ത ചിലതിന് കുറെ വർഷങ്ങളായി നിന്റെ അകത്ത് കൂടുകുട്ടിയിരിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ, ചില ഭയത്തിന്റെ ദുരാത്മാവിനെ പുറത്തിറക്കുന്നത് ആ ഒരു അനുഭവം ഇതാ സംഭവിക്കട്ടെ. സ്തോത്രം. നിരത്തി നിർത്തി ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ കാറ്റ്, അത് പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്. ചിലരൊക്കെ പാസ്റ്റർമാരെ കളിയാക്കത്തില്ല, ഊതിയപ്പോ ജനം വീഴുമെന്നേ. സ്തോത്രം. അവര് കൈവച്ചപ്പോ ജനം തെറിച്ചുപോയി അവന്റെ നരമ്പെ പിടിച്ച് ഞെക്കിയതാണെന്ന്. ഒരു നരമ്പുമല്ല. ആത്മാവിന്റെ ശക്തി ഇറങ്ങിയാൽ നീ എത്ര പുള്ളിയാണെങ്കിലും നീ തെറിക്കും. സ്തോത്രം. എടാ, അഭിഷേകമുള്ളവൻ ഊതിയാൽ നീ താഴെ പോകും. സ്തോത്രം. അഭിഷേകമുള്ളവൻ കൈവച്ചാൽ ആത്മാ പകർച്ച ഉണ്ടാകും. സ്തോത്രം. അഭിഷേകമുള്ളവന്റെ പ്രസംഗത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു അഭിഷിക്തൻ ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, ഇന്ന് പൽക്കാലം ചില അന്യായ പോരുകൾ കൂടുവിട്ട് നിന്റെ ശരീരം വിട്ട് പുറത്തു പോകുന്ന പൽക്കാലമാ. ഓഹോ, സ്തോത്രം. ആ കാറ്റ് 11 എണ്ണത്തിനെ കൊണ്ടിട്ടത് മർക്കോസിന്റെ മാളികയ്ക്കകത്താണ്. കേൾക്കണമേ, മർക്കോസിന്റെ മാളികയ്ക്കകത്താണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടായതുകൊണ്ട് പരിശുദ്ധാത്മാവിന്ന് ചിലരെ തൊടും. ആമേൻ പറ. റബന ശബ ബ പരിശുദ്ധാത്മാവ് ചിലരെ തൊടും. ആമേ. മർക്കോസിന്റെ മാളികയിൽ ഇവന്മാരെ 11 എണ്ണത്തിനെ കൊണ്ട് കയറ്റി. ആമേ. ഇവിടെ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ചെറിയ ഒരു നുള്ളു കാറ്റ് അവരുടെ ശരീരത്തിൽ കൊണ്ടത് അവർക്കറിയാം. പക്ഷെ മർക്കോസിന്റെ മാളിക ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ ശബ്ദം അവർ കേട്ടു. ഓഹോ, യേശുവേ, ഇന്ന് പൽക്കാലം കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം അവരെ കേൾപ്പിച്ചത്. യേശു ഊതിവിട്ട കാറ്റിന്റെ അകത്തുനിന്ന് വ്യാപരിച്ച ആ വലിയ കൊടിയ ശബ്ദം 11 പേരല്ല, അത് 120 പേര് അനുഭവിച്ചെങ്കിൽ ഇന്ന് പാൽക്കാലം ഈ ഹോളിന്റെ അകത്തിരിക്കുന്ന സകല ജനങ്ങളും ആത്മാവിന്റെ കാറ്റിന്റെ കൊടിയ സാന്നിധ്യം അനുഭവിക്കാൻ പോകുക. ഓഹോ, റിബന, അതെനിക്ക് കൊണ്ടിടാൻ പറ്റത്തില്ല. വേണമെങ്കിൽ സ്വീകരിച്ചാണോ? വെറുതെ നോക്കിയിരുന്നാൽ നിങ്ങൾ വെറുതെക്കാരായിട്ട് ഇറങ്ങിപ്പോകും. ആത്മാവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ നീ മനസ്സുകൊണ്ട് നീ ആരാധന കൊടുത്തിരുന്നാൽ ഈ ആത്മാവിന്റെ പവർ നിന്റെ അകത്ത് വ്യാപരിക്കും. കത്തുകയറട്ടെ. ചിലർക്ക് ഇരിക്കാൻ പറ്റാത്തതുപോലെ ആത്മസാന്നിധ്യം ചിലരെ പൊള്ളിക്കുന്ന ഞാൻ കാണുന്നു. ചിലരെ ചെവിക്കകത്ത് കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം മുഴങ്ങുന്നത് ചിലർക്ക് കേൾക്കാൻ പറ്റാത്തതുപോലെ കാറിന്റെ പുടങ്ങളെ പൊട്ടിക്കുന്ന ആ കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം ഇത് അവിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ അത് വ്യാപരിക്കുന്നു. അടിയിറങ്ങുക. ചിലരെ ഞാൻ പൊള്ളിക്കുകയാണ്. ഒരു ആത്മാവിന്റെ പവർ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദത്തിൽ കൂടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ അതിനെ സ്വീകരിക്കുക. കത്തുകയറട്ടെ. അവിടെ ഇരിപ്പിടങ്ങളെ ഇളക്കുന്ന ആത്മാവിന്റെ ശക്തി വ്യക്തമായി വ്യാപരിക്കുന്നു. കമാൽ അപ്പോസ്തലന്മാരുടെ ചെവിക്കകത്ത് കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം കേട്ടതുപോലെ ഇവിടെ നിൽക്കുന്ന ചിലരെ ഇതാ ആ കാറ്റ് തുറന്നു. സ്വീകരിച്ചോ. വേണ്ടവർ ഇന്ന് പാൽക്കാലം അതിനെ സ്വീകരിച്ചോളോ. ഇവിടെ നിയന്ത്രണങ്ങളില്ല. ആരാധിക്കുന്ന നിന്റെ തലയിൽ കൈവച്ച് ഇരിക്കും പിശാച് എന്ന് പറയുന്ന ഒരു അഭിഷിക്തന്മാരും ഇതിന്റെ അകത്തില്ല. ഇതിനകത്ത് ആരാധന സ്വാതന്ത്ര്യമുണ്ട്. ഓഹോ, അവിടെ പിടിച്ചോ. ആത്മാവിന്റെ തീയറങ്ങട്ടെ. സ്തോത്രം. ഇവിടെ യേശുവിന്റെ വായിൽ നിന്ന് ഇറങ്ങിയ കാറ്റിന്റെ എത്ര ഭയങ്കരമായിരുന്നു എന്നുള്ളത് മാളികയ്ക്കകത്ത് കയറിയപ്പോൾ അവർക്ക് പിടികിട്ടി.
തുടക്കത്തിൽ പറയുന്നു കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയൊരു മുഴക്കം അവിടെ ഉണ്ടായെന്നാ പറയുന്നത്. അങ്ങനെ മുഴക്കമുണ്ടായത് അവർ കേട്ടു. നോക്കണേ, വെറുതെ നടന്ന 11 പേർ അഭിഷേകത്തിന്റെ സ്റ്റെപ്പുകൾ കടക്കുകയാണ്. ഭയന്നിരുന്നിടത്തുനിന്ന് വിളിച്ചിറക്കിയത് ഊതിക്കൊടുത്തത് ഒരു സ്റ്റെപ്പ്. സ്തോത്രം. അടുത്ത അഭിഷേകത്തിന്റെ സ്റ്റെപ്പിലോട്ട് അവർ കടക്കുകയാണ്. ഊതിവിട്ട കാറ്റിന്റെ ശബ്ദം അവർ കേട്ടപ്പോൾ അവർ അകത്തെ ആത്മാവ് കത്താൻ തുടങ്ങി. സ്തോത്രം. അവർ നിലവിട്ടതുപോലെ എഴുന്നേറ്റ് നിന്ന് അവരെ സംസാരിക്കാൻ തുടങ്ങി. ഇനിയും അടുത്തത് കേട്ടോണം. അധികം താമസിയാതെ കാറ്റ് തീ പോലെ അഗ്നിനാവുകൾ പോലെ അപ്പോസ്തലന്മാരുടെ മുകളിൽ പകർന്ന് ദൈവശക്തിയെ സ്വീകരിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു അവർ അന്യഭാഷയിൽ ദൈവത്തിനെ വാഴ്ത്തപ്പെടുത്തി. അങ്ങനെയെങ്കിൽ അന്യഭാഷ വരത്തോടെ ഇതാ ഇതിനകത്ത് അഭിഷേകം ചലിക്കുന്നു. ഈ തീ ഇതിനെ അന്യായപ്പെടുത്തി കളയരുത്. വെറുതെ നോക്കിയിരിക്കുന്നതോട് പറയട്ടെ, നിങ്ങളൊരു കാഴ്ചക്കാരായി ഇരിക്കല്ലേ. ഈ തീയുടെ സാന്നിധ്യം നാളെ കിട്ടത്തില്ലേ? എന്ത് വന്നാലും ഞാൻ അനങ്ങത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നീ ബലം പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നീ കീഴടങ്ങാൻ മനസ്സ് കാണിച്ചാൽ അപ്പോസ്തലന്മാരെ അഭിഷിക്തന്മാരാക്കിയതുപോലെ നിന്നെ ദൈവം അഭിഷേകം തന്ന് ദേശത്തോട്ട് ഉയർത്താൻ പോകുക. ഈ തീ അങ്ങോട്ട് സ്വീകരിച്ചപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അഭിഷേകം വന്നാൽ അന്യഭാഷ പുറത്തു വരൂ. അഭിഷേകം വന്നാൽ അകത്ത് കിടക്കുന്ന അന്യഭാഷ പുറത്തു വരൂ. അന്യഭാഷ കിട്ടാത്തത് അഭിഷേകം കിട്ടാത്തത് കൊണ്ടാ. ഇത്തിരി നാളായില്ലയോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഒത്തിരി നാളായില്ലയോ വിശ്വാസി എന്ന് പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും എന്തേ അച്ചായ എന്തേ അമ്മാമേ ഇതുവരെയായിട്ട് നിനക്കൊന്ന് കരമടിക്കാൻ പറ്റാത്തത്? നിന്റെ മനസ്സിനെ ശരീരത്തിന് നീ വിട്ടുകൊടുത്ത് നീ അഭിഷേകം പ്രാപിക്കാത്തത് കൊണ്ടാ. സ്തോത്രം. ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നവർക്ക് അവർ നല്ല കുടുംബക്കാരല്ലാഞ്ഞിട്ടല്ല, അവർക്ക് അഭിമാനമില്ലാഞ്ഞിട്ടല്ല. അഭിഷേകം വന്നാൽ അഭിമാനം പുറത്തു പോകും, കുടുംബ പാരമ്പര്യം പുറത്തു പോകും. ആരാധിക്കുന്നവർ ആരാധിച്ചു സ്വീകരിച്ചു. അന്യഭാഷ കിട്ടാത്തവരുടെ മുകളിൽ ഇന്ന് സ്വർഗം അന്യഭാഷ വരാൻ പോകുക. അന്യഭാഷ കിട്ടിയവർക്ക് വേണ്ടി ദൈവം പുതിയ ചില ഭാഷകളെ സ്വർഗം നിന്റെ മേൽ വെളിപ്പെടുത്താൻ പോകുക. ഓഹോ, സ്തോത്രം. ശ്രദ്ധിക്കണേ, ഈ അഭിഷേകം പ്രാപിച്ചു ഇവർ പുറത്തിറങ്ങി. അഭിഷേകം പ്രാപിച്ചപ്പോൾ പുറത്തിറങ്ങി. അടുത്തിരിക്കുന്ന അഭിഷേകം പ്രാപിക്കുന്നവനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറ. അഭിഷേകം പ്രാപിക്കുന്നവനെ പുറത്തിറങ്ങാൻ പറ്റൂ. അഭിഷേകം പ്രാപിച്ചവനെ ശബ്ദമുണ്ടാക്കാൻ പറ്റൂ. അഭിഷേകം പ്രാപിച്ചവനെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പറ്റൂ. പെന്തക്കോസ്തുകാർ ശബ്ദം ഉണ്ടാക്കുന്നവരാണ്. ഞങ്ങൾക്കത് പറയാൻ ഒട്ടും മടിയില്ല. ഞങ്ങൾ ശബ്ദമുണ്ടാക്കും. കാരണം ഞങ്ങൾക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റൂ, നിങ്ങൾക്ക് പറ്റത്തില്ല. അത് നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രൂവ് ചെയ്തതാ. 44 വർഷം ഞാൻ പള്ളിക്കകത്തിരുന്നത്, അവിടെ ഒരു ശബ്ദവും ഞാൻ കണ്ടില്ല. പക്ഷേ 44-ാമത്തെ വയസ്സിൽ അഭിഷേകം വായിച്ച് പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഉള്ളിന്റെ അകത്തുനിന്ന് അഭിഷേകം പുറത്തു വന്നു. എന്റെ ശബ്ദം ഉയർന്നു. ഇന്ന് വർഷം 28 സുഹൃത്തേ, ഈ ശബ്ദത്തെ തകർക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എടാ, അഭിഷേകമുള്ളവന്റെ ശബ്ദം കേട്ടാൽ ആ ശത്രുവിന് അസ്വസ്ഥത ഉണ്ടാവും. രാമൻ പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? ശബ്ദമില്ലാത്ത നീ പറഞ്ഞാൽ, അഭിഷേകമില്ലാത്ത നീ പറഞ്ഞാൽ ആ ഇരിപ്പിടം ഉറക്കത്തേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ. ആ പുതിയതായിട്ട് വന്ന സിസ്റ്ററെ ചിലതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകാൻ പോയാൽ കരമീർത്തിൽ സ്തോത്രം പറഞ്ഞാട്ട് ചില അടിസ്ഥാനങ്ങൾ ഇളകാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അഭിഷേകം കിട്ടിയവർ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. അഭിഷേകമുള്ള എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് നീ വന്നിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് നിന്നെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന വേണ്ടാത്ത ചില നെഗറ്റീവ് എനർജികൾ അത് നിന്റെ അകത്തു നിന്ന് അടിസ്ഥാനം പൊളിച്ച് അതിന് പാൽക്കാലം ഇറങ്ങിപ്പോയോ. അത് വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അത് നിശ്ചയമാണ്. Praise the Lord. Hallelujah. കണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം ഞാൻ ആത്മാവിന് ഇങ്ങനെ ദൂത് പറയാം.
ശത്രു കെട്ടി നിന്റെ കുടുംബത്തിന്റെ മുകളിൽ വാഴ്ചയിട്ട് അധികാരത്തോടിരിക്കുന്ന സിംഹാസനം കുലുങ്ങുന്ന ഒരു ദിവസമായില്ല. അത് വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിന്റെ മുകളിൽ ആണിയടിച്ച് കുറ്റിയടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ശത്രു ബന്ധിച്ച ആ ബന്ധനം അവിടെ ഇളകുക, ബന്ധനം അവിടെ ഇളകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങളായി കുറ്റിയടിച്ച് വെച്ചിരിക്കുന്ന ചില അന്ധകാര മേഖലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ. ഭയങ്കര ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന ഞാൻ അറിയുന്നു. ആ സിസ്റ്റർ ഒന്ന് എഴുന്നേപ്പിച്ച് അവർ ഒരാളുടെ ചെല്ല റൂബി സിസ്റ്ററോട് ഞാൻ ആരെങ്കിലും ചെന്ന അവിടെ എത്രയോ സിസ്റ്റർ സിസ്റ്റർ ബാ ഇവിടെ ബാ ബാ നിനക്കിതൊരു വിടുതലുണ്ട്. ബാ ഇവിടെ ബാ. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അടിസ്ഥാനങ്ങൾ ഇളകി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് നീ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ അകത്ത് ശത്രു കെട്ടിയിരിക്കുന്ന ആ അധികാരം ഇളകാൻ പോവുകയാണ്. ആ അടിത്തറ ഇളകാൻ പോവുകയാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുക. നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക.